നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 264 264. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 264, തൃതീയ സ്കന്ധത്തിൽ 20-ാം അധ്യായം, ശ്ലോകം 28 എന്ന് പറയേണ്ടത്. സ അവധാര്യാസ്യ കാർപ്പണ്യം വിവിക്താധ്യാത്മദർശന വിമുഞ്ചാത്മതനം ഘോരം ഇത്യുക്തോ വിമോചഃ. അവൻ, ആ ഭഗവാൻ വിഷ്ണു, ഇവൻ്റെ ബ്രഹ്മാവിൻ്റെ ദൈന്യത്തെ നിശ്ചയിച്ചിട്ട് കണ്ടു മനസ്സിലാക്കിയിട്ട് സ്പഷ്ടമായി അന്യചിത്തത്തെ കണ്ടിരിക്കുന്നവനായിട്ട്, അതായത് ഒരാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാലുണ്ടാവുന്ന ഒരു ഒരു നിർവിശേഷമായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അതായത് ആസിറ്റീസ് ഒന്നും കമ്മിയാവാതെ കണ്ട് മനസ്സിലാക്കുക. അങ്ങനെ കണ്ടിരിക്കുന്നവനായിട്ട് ഭയങ്കരമായ രജോഗുണപ്രധാനമായ സ്വശരീരത്തെ വിട്ടുകളയുക എന്ന് പറയപ്പെട്ട ബ്രഹ്മാവ്, അതായത് വിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞു സ്വന്തം ശരീരത്തെ വിട്ടുകള, ഉപേക്ഷിച്ചു. അത് കേട്ട് ഉപേക്ഷിച്ചു. ആശ്ചര്യം. വേറൊരു രൂപമുണ്ടായി. അതാണ് കഥ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, എപ്പോഴും സർവന്തര്യാമിയായിരിക്കുന്നത് കൊണ്ട്, എപ്പോഴും എന്നാണ് പറഞ്ഞതേ, എപ്പോഴും സർവന്തര്യാമിയായിരിക്കുന്നത് കൊണ്ട് എന്നാണ്. അതാണ് എപ്പോഴും സർവജീവ ഗുഹാശയ. അവരവർക്കും അറിയില്ല ഈ രൂപം എന്താണെന്നുള്ളത്. ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ പ്രമാണം പറഞ്ഞവിടെ. അപ്പോൾ എപ്പോഴും സർവന്തര്യാമിയായിരിക്കുന്നത് കൊണ്ട് അന്യരുടെ മനോവ്യാപാരം സകലവും സന്ദേഹമില്ലാതെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പരമാത്മാവായ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ദൈന്യത്തെ നല്ലവണ്ണം അറിഞ്ഞിട്ട് കാമകശ്മലമായിരിക്കുന്ന ഈ രൂപത്തെ ഉപേക്ഷിച്ചു കൊള്ളുക എന്ന് ഉപദേശിച്ചു. ഉടനെ ബ്രഹ്മാവ് ആ ശരീരത്തെ വെടിഞ്ഞു. ശരീരത്തെ ഉപേക്ഷിച്ചുവെന്ന് കാണുന്ന ദിക്കിലെല്ലാം അതാത് മനോഭാവത്തെ ഉപേക്ഷിച്ചുവെന്ന് ധരിക്കണം. അതായത് ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം, ഈ മാംസളമായ ശരീരത്തെ ഉപേക്ഷിച്ചു എന്നല്ല അർത്ഥം. പിന്നെന്താ? ആ സമയത്തെല്ലാം അതാത് മനോഭാവത്തെ ഉപേക്ഷിച്ചു എന്ന് ധരിക്കണം. എപ്പോഴും വാക്കാർത്ഥത്തിൻ്റെ പിന്നാലെ പോകരുത്. വാക്കാർത്ഥത്തിൻ്റെ പിന്നാലെ പോയാൽ ബുദ്ധിമുട്ടായി. പറഞ്ഞു. പക്ഷേ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ആൾക്കാർ പിടിച്ചു തൂങ്ങും കാര്യമില്ലാതെ കണ്ട്. അപ്പം മനോഭാവമാണ് പ്രജാരൂപത്തെ എടുത്ത് പുറമേ പ്രകാശിപ്പിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ സങ്കല്പാത്മകമാണ് സൃഷ്ടി. അതുകൊണ്ട് അപ്പോൾ അനർത്ഥഹേതുക്കളായി കാണപ്പെടുന്ന ഭാവങ്ങളെ തീരെ ഉപേക്ഷിച്ചുവെന്ന് സാരം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ഉപേക്ഷിക്കുക. അപ്പം എന്തായി? പുതിയൊരാളായി. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാവിൻ്റെ സാക്ഷാൽ ശരീരം ദ്വിപരാർത്ഥകാലം കഴിയുന്നത് വരെ നിലനിൽക്കുമെന്നാണ് വേദസിദ്ധാന്തം. അപ്പോൾ അതിന് കോട്ടം തട്ടാനും പാടില്ല. പറഞ്ഞു ശൈലേ. ഇനി ഒരു 3 ശ്ലോകം 29, 30, 31 ഒന്നായിട്ട് പോകും. എങ്ങനെ? താം ഗണശ്ചരണാം ഭോജം മദവിഹ്വലലോചനാം കാഞ്ചീകലാപവിലസദ്ദുകൂലശ്ചന്നരോദസം അന്യോന്യശ്ലേഷയോ
ഉത്തുംഗനിരന്തരപയോധരാം സുനാസാം സുദ്വിജാം സുദിജാം സ്നിഗ്ധഹാസാലീലാവലോകനാം ഗുഹന്തീം വ്രീഡയാത്മാനം നീലാളകവരോധിനീം ഉപലഭ്യാസുരാധർമാ സർവേ സമ്മോമുഹു സ്ത്രിയം. അതിന് ഭാവാർത്ഥം വാക്കാർത്ഥം പറയാണ്: താമരദളം പോലിരിക്കുന്ന പാദങ്ങളിലുള്ള പാദസരങ്ങളുടെ മൃദുശബ്ദത്തോടും മദം കൊണ്ട് അലസങ്ങളായ കണ്ണുകളോടും അരഞ്ഞാണെന്ന് പറയപ്പെടുന്ന ആഭരണത്താൽ പ്രകാശിക്കുന്ന വസ്ത്രത്താൽ മറയ്ക്കപ്പെട്ട കടിപ്രദേശത്തോടും പരസ്പരം ചേർന്നിരിക്കുന്നത് കൊണ്ട് ഉന്നതങ്ങളും എടതൂർന്നവയുമായ സ്തനങ്ങളോടും ശോഭനമായ നാസികയോടും ശുഭ്രങ്ങളായ പല്ലുകളോടും മൃദുവായ പുഞ്ചിരിയോടും കളിയായ നോട്ടത്തോടും ലജ്ജ കൊണ്ട് സ്വശരീരത്തെ അവിടെ ആത്മാനം എന്നുള്ളതിനാണ് പറഞ്ഞോ, അത് വിചാരിച്ചിട്ട് മറ്റേ സർവന്തര്യാമി അല്ലെങ്കിൽ കൂടസ്ഥ എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ സ്വശരീരത്തെ മറച്ചുകൊണ്ടും നീല നിറമുള്ള കുറുനിരകളുടെ സമൂഹത്തോടു കൂടിയിരിക്കുന്ന ആ സ്ത്രീയെ കണ്ടിട്ട് ധർമ്മരാജാവിൻ്റെ അവതാരമായ വിതുര സകല അസുരന്മാരും സമ്മോഹിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറയുന്നത്. സഹോരാത്രയോ സന്ധിരഭവത്, സഹോരാത്രയോ സന്ധിരഭവത്. ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടതായ കാമകലുഷിതമായ ആ ചിത്തവൃത്തി പകലിൻ്റെയും രാത്രിയുടെയും മധ്യകഥയായ സന്ധ്യയായി ഭവിച്ചു എന്നുള്ള ശ്രുതിയർത്ഥത്തെ ഇവിടെ വിവരിക്കുന്നു. ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ആ മനോഭാവം ഉടനെ ഒരു സുന്ദരിയായിട്ട് അസുരന്മാരുടെ ദൃഷ്ടികൾക്ക് വിഷയമായി ഭവിച്ചു. ആ ഭാവന, ബ്രഹ്മാവ് ഉപേക്ഷിച്ച ആ ഭാവന ഒരു സ്ത്രീയായി ഭവിച്ചു. അതിൽ അസുരന്മാർ കണ്ണിട്ടു. അപ്പോൾ അവളുടെ സ്വരൂപം അതിമനോഹരം. താമരദളം പോലെ മൃദുലവും മനോജ്ഞവുമായ പാദസരങ്ങൾ എന്ന ആഭരണങ്ങളാൽ ശബ്ദിപ്പിച്ചും കൊണ്ട് നടക്കുന്നു. അവളുടെ ഉള്ളിൽ കളിക്കുന്ന മതത്തെ വെളിപ്പെടുത്തുന്ന വിധത്തിൽ കൺമിഴികൾ അലസങ്ങളായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അരക്കെട്ടിലുള്ള വസ്ത്രത്തിനു മീതെ അരഞ്ഞാണെന്ന് പറയപ്പെടുന്ന ആഭരണത്താൽ മുറുക്കി കെട്ടിയിരിക്കുന്ന വസ്ത്രം കടിതടത്തെ മറച്ചുകൊണ്ട് പ്രകാശിക്കുന്നു. ഒന്നോടൊന്ന് തമ്മിൽ ചേർന്നും ഇടതൂർന്നുമിരിക്കുന്ന ഉന്നത കുജങ്ങൾ കൊണ്ട് ഉജ്ജ്വലിക്കുന്ന മാറിടം, ഭംഗിയുള്ള നാസിക, അതിശോഭനമായ ദന്തം, മഞ്ജുളമായ മന്ദഹാസം, കളിയായ നോട്ടം, ലജ്ജാനിമിത്തം ആ ശരീരത്തെ നന്നായി മറയ്ക്കുന്ന മൃദുവസ്ത്രാഞ്ചലം, നെറ്റിക്കുമീതെ ചിന്നിച്ചിതറി ചലിക്കുന്ന നീല നിറത്തിൽ തിളങ്ങുന്ന കുറുനിരകൾ. ഹേ ധർമ്മരാജാവിൻ്റെ അവതാര സ്വരൂപമായ വിതുര, മൈത്രേയ മഹർഷിയുടെ സല്യൂട്ടേഷനാണ്. വിതുര, അസുരന്മാർക്ക് സൗന്ദര്യം തുളുമ്പുന്ന ഈ സ്ത്രീയെ കണ്ടിട്ട് വല്ലാതെ മോഹിച്ചു എന്ന് പറയുന്നു. സകല ജനമനോനയനങ്ങളെ ആനന്ദിപ്പിക്കുന്ന സന്ധ്യാസ്വരൂപത്തെ അസുരന്മാർ സുന്ദരിയായ ഒരു സ്ത്രീയുടെ സ്വരൂപമായിട്ട് കരുതി എന്ന് സാരം. അപ്പോൾ അസുരന്മാർ ഒരു സ്ത്രീയുടെ സ്വരൂപമായിട്ട് കരുതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർ സന്ധ്യാദേവിയായിട്ടാണ് കണ്ടത്, സന്ധ്യയെ ദേവിയായിട്ട് കണ്ടു. അതിന് വളരെ വ്യത്യാസമുണ്ട്. അസുരന്മാരുടെ അറിവിനും ബുദ്ധിയുള്ള ആൾക്കാരുടെ അറിവിനും കൂടിയിട്ട് വ്യത്യാസമുണ്ട് എന്നർത്ഥം. ഇനി 32-ാമത്തെ ശ്ലോകം പറയണു: അഹോ രൂപമഹോ ധൈര്യം മഹോ അസ്യാ നവം മയാ മധ്യേ കാമയമാനാനാം അകാമേവ വിസർപ്പതി. ഇവളുടെ സൗന്ദര്യം, ആശ്ചര്യം, നൂതന വയസ്സും മനോവികാരത്തെ അടക്കുവാനുള്ള ശക്തിയും ആശ്ചര്യം. അവിടെ കാമയമാനാനാം എന്നുള്ളതിന് അസ്മാകം എന്ന അർത്ഥം പറയാം.
മധ്യേ മധ്യേ, അതായത് കാമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ മധ്യത്തിൽ കൂടെ കാമിക്കാത്തവളെന്ന മട്ടിൽ സഞ്ചരിക്കുന്നു എന്നർത്ഥം. ആ ഒരു പ്രയോഗം വളരെ രസമുണ്ട്. അത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാണ്ടിരിക്കാൻ ഭേദം. ആസുരീയ ബുദ്ധിക്ക് അവളോട് കാമുണ്ട്, അവൾക്ക് ഇവരോട് കാമുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയിക്കാത്ത രീതിയിൽ നടന്നു എന്നാണ് അർത്ഥം പറയാം. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. അസുരന്മാരുടെ മോഹത്തെ വിവരിക്കുന്നു. ഇവളുടെ രൂപമാധുര്യം ആശ്ചര്യം. ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യവർഗത്തിലെ ആർത്തന്മാർ, അർത്ഥേഷുക്കൾ, ജിജ്ഞാസുക്കൾ, അത് കഴിഞ്ഞാൽ ജ്ഞാനികൾ. അപ്പോൾ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും കൂടസ്ഥനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഭഗവാൻ പറയണു ഞാൻ ജ്ഞാനികളുടെ കൂടെയാണെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ, അവരൊന്നും ചോദിക്കില്ല ഭഗവാനോട്. കാരണം അവർക്കറിയാം ഭഗവാൻ നിരാകാരനാണെന്നും കൂടസ്ഥനായി ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ പ്രമാണം കൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കണവനാണെന്നും അന്തര്യാമിയാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ വേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാതെ കൊണ്ടിരിക്കില്ല. ഭഗവൻ ഭൂതഭാവേശ ന ജാനേ ഹിതം ആത്മാന ത്വമേവ സഞ്ചിന്യ വിബോഹിതം മേ കർത്തുമർഹസി എന്ന് പ്രമാണം പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ആ കാമിച്ചു നിൽക്കുന്ന നമ്മളുടെ നടുവിൽ കൂടെ കാമമില്ലാത്തവളെന്ന ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പുറമേ കാമിച്ച ലക്ഷണം കാണുന്നില്ലെങ്കിലും സ്ത്രീ ആയതുകൊണ്ട് നമ്മളിൽ ഇവൾക്ക് കാമമില്ലാതെ ഇരിക്കയില്ലെന്ന് സൂചിപ്പിക്കുന്നു. അപ്പം അത് സ്ത്രീ സ്വഭാവത്തെ അറിയിക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റാണെന്ന് സഹൃദയരെ മനസ്സിലാക്കിയാൽ മതി. ഇനി 33. വിതർക്കയന്തോ ബഹുധാ താം സന്ധ്യാം പ്രമാദാകൃതിം അഭിസംഭാവ്യ വിസ്രംഭാത് പര്യപൃച്ഛൽ കുമേധസാം. ദുഷിച്ച ബുദ്ധിയുള്ള അവൾ, കുമേധസ, ദുഷിച്ച ബുദ്ധിയുള്ള അവർ സ്ത്രീരൂപത്തിലിരിക്കുന്ന ആ സന്ധ്യയെ വിശ്വാസം ഹേതുവായിട്ട് സൽക്കരിച്ചിട്ട് അനേക വിധത്തിൽ ഊഹിക്കുന്നവരായിട്ട് സാദരം ചോദിച്ചു. അവളോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയും. അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ആ മനോഹര ആകൃതിയുള്ള സന്ധ്യയെ ഒരു സുന്ദരിയായ സ്ത്രീ എന്ന് നിശ്ചയിച്ചു. കുബുദ്ധികളായ അസുരന്മാർ ബഹുപ്രകാരത്തിൽ ആലോചന ചെയ്ത ശേഷം ഇവൾ നമ്മളെ അംഗീകരിക്കും എന്നുള്ള വിശ്വാസം നിമിത്തം കുശലപ്രശ്നാദികൾ കൊണ്ട് സൽക്കരിച്ച് ആദരപൂർവം ചോദിച്ചു തുടങ്ങി. 34-ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചോളൂ. കാസി കസ്യാസിരംഭോരു കോവാർത്തസ്തേ അത്ര ഭാമിനി രൂപദ്രവിണ പണ്യേന ദുർഭഗാന്നോ വിഭാതസേ. അപ്പോൾ കദളിവാഴ പോലെയുള്ള തുടകളോടുകൂടിയവളെ നീ ആരാകുന്നു? ആരുടെ പുത്രിയാണ്? ഉത്തമേ, നിനക്ക് ഇവിടെ എന്താണ് ആവശ്യം? സൗന്ദര്യധനമാകുന്ന വിൽക്കാൻ തക്ക പദാർത്ഥം കൊണ്ട്, അതായത് ശരീരം കൊണ്ട് എന്നർത്ഥമായി, ദരിദ്രന്മാരായ ഞങ്ങളെ, എന്താ ദരിദ്രന്മാരെന്ന് പറയാൻ കാരണം? വിശേഷ ബുദ്ധിയില്ല, അതുകൊണ്ട് തന്നെ നീ ദുഃഖിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സ്ത്രീയോട് നീ എന്നെ ദുഃഖിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ രജോ ഗുണപ്രധാനികളാണ് എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. ഹേ രംഭോരു, നീ ഏതു ജാതിയിൽ ജനിച്ചിരിക്കുന്നവൾ? ആരുടെ പുത്രി? ഹേ ഭാമിനി, ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താകുന്നു? നിന്നിലുള്ള സൗന്ദര്യമാകുന്ന വിലമതിപ്പാൻ കഴിയാത്ത പദാർത്ഥം കാട്ടിയിട്ട് അതിനു മതിയായ വില തരുവാൻ അശക്തന്മാരായ ഞങ്ങളെ കാമ ഉദ്ദീപന വ്യവഹാരത്താൽ നീ വല്ലാതെ പരിഭ്രമിപ്പിക്കുന്നു. ഇതാണ് ലോക വ്യവഹാരം എന്ന് പറയുന്നത്. അതിൽ ആര് ശ്രദ്ധിച്ചു? അവന് എന്താണെന്നാ പറയുക,
നരകം ഫലം. അങ്ങനെയാണ് വേദങ്ങൾ പറയുന്നത് പ്രവൃഷയിലെ. ഇനി 35. യാവാ കാചിത്വമബലേ ദിഷ്ട്യാ സന്ദർശനം തവ ഉത്സുനോക്ഷീക്ഷമാണാനാം കന്തുക ക്രീഡയാമനാം. ബലഹീനെ ആരാ ഇവിടെ ഇപ്പോൾ ഇവരാണ് ബലഹീനർ, എന്നിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ് ബലഹീനയെന്ന്. നീ ആരോ ആയിരിക്കട്ടെ, നിൻ്റെ കാഴ്ച ഭാഗ്യത്താൽ, ഞങ്ങളുടെ ഭാഗ്യത്താൽ നിന്നെ കാണാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. നോക്കുന്ന ഞങ്ങളുടെ മനസ്സിനെ പന്തടികളി കൊണ്ട് നീ ചതയ്ക്കുന്നു. നോക്കൂ, ആ സൗന്ദര്യ റാണി അങ്ങനെ പറയാം നമുക്ക്, പന്തടിച്ച് കളിക്കുകയാണ്. അപ്പോൾ ആർക്കാ നോവുക? പന്തിനല്ലേ നോവേണ്ടത്? ഇവർ പറഞ്ഞു ഞങ്ങൾക്കാണ് നോവണത് എന്ന്, ഞങ്ങളെ ചതയ്ക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് വ്യവഹാര ദശയിൽ വ്യംഗ്യ ഭാഷ എന്ന് പറയും, മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ഹേ അബലെ, നീ ആരായാലും വേണ്ടതില്ല, നിൻ്റെ സന്ദർശനം ഭാഗ്യത്താൽ ഞങ്ങൾക്ക് സിദ്ധിച്ചു. നിന്നെ കാണുന്ന ഞങ്ങളുടെ മനസ്സിനെ നീ കളിപ്പന്തിനെ എന്ന പോലെ ചലിപ്പിക്കുന്നു. നിൻ്റെ മൃദുസ്പർശമേറ്റിട്ട് പന്ത് എങ്ങനെ ചലിക്കുന്നു, അതേപോലെ നിന്നെ കണ്ടിട്ട് ഞങ്ങളുടെ ഇരിപ്പുറപ്പിക്കാത്ത ഞങ്ങളുടെ മനസ്സ് ചഞ്ചലിപ്പുള്ളതായി തീരുന്നു എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധി ഇല്ലാത്തവർക്കാണ് അങ്ങനെ വരിക. പ്രവൃഷയിലെ 36. ന ഏകത്ര തേജയതി ശാലിനി പാദപത്മം നന്ദ്യാമുഹു കരതലേന പദപദംഗം മധ്യം വിഷീദതി ബൃഹൽസ്തനഭാരഭീതം ശാന്തേവ ദൃഷ്ടിരമലാ ശുശിഖാസമൂഹാം. അല്ലയോ ശോഭനെ, പിന്നെയും പിന്നെയും വീഴുന്ന പന്തിനെ കൈകൊണ്ട് അടിക്കുന്ന നിൻ്റെ താമരതളം പോലെ ഇരിക്കുന്ന കാല് ബഹുവിധ വിചിത്ര സഞ്ചാരത്താൽ ഉത്കർഷം പ്രാപിക്കുന്നു. കവിഭാഷയാണ്. തടിച്ച സ്തനങ്ങളെ വഹിക്കുന്നതിൽ ഭയത്തോടുകൂടി മധ്യപ്രദേശം ഖേദിക്കുന്നു. തെളിഞ്ഞിരിക്കുന്ന കണ്ണ് മന്ദമായിട്ടെന്ന പോലെ ചലിക്കുന്നു. കേശഭാരം ശോഭനം. ഇങ്ങനെ ഒരു സ്ത്രീക്ക് വേണ്ട ഔചിത്യമായ ഭംഗികളൊക്കെ ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറയണത്. എന്താ അത്? സ്തുതി കൊണ്ട് സന്തോഷിക്കാത്തവർ ആരുമില്ലെന്ന വിചാരത്താൽ വശീകരിക്കുവാനായി സ്തുതിക്കുന്നു. അപ്പോൾ ഈ ഒരു ചതി നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സ്ത്രീകളെ ആരെങ്കിലും സ്തുതിക്കുന്നുണ്ടെങ്കിൽ അത് നേരായ വഴിക്കാണോ? അവർക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, ബുദ്ധിയില്ലാത്തവർക്ക് അത്രയും മനസ്സിലാവില്ല. അവരാണ് ചതിക്കപ്പെടുന്നത്. അപ്പോൾ ഹേ ശോഭനെ, ഉച്ചലിക്കുന്ന പന്ത് പോകുന്ന ദിക്കിലേക്ക് സഞ്ചരിച്ച് കൈത്തലം കൊണ്ട് പന്തടിക്കുന്ന നിൻ്റെ ഗമന സമയത്തിൽ പാദപത്മം നാനാവിധ ഗതിവിലാസങ്ങളെ കാണിക്കുന്നതിനാൽ എത്രയോ ഉത്കർഷമായി ശോഭിക്കുന്നു. തടിച്ചിരിക്കുന്ന സ്തനങ്ങളുടെ ഭാരം വഹിക്കുന്നതിനു മാത്രം ശക്തിയില്ലാതിരിക്കുന്ന കുടുങ്ങിയ മധ്യപ്രദേശത്തിന് വിഷാദമുള്ളതുപോലെ തോന്നുന്നു. തെളിഞ്ഞിരിക്കുന്ന നിൻ്റെ ദൃഷ്ടിയുടെ മന്ദമായ ചലനം അതിൻ്റെ ശാന്തതയെ പ്രകാശിപ്പിക്കുന്നു. തലമുടി എത്രയും ശോഭനം എന്നൊക്കെ പറഞ്ഞു. 37-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഇതി സായന്തനീം സന്ധ്യാം അസുര പ്രമാദായതീം, പ്രമാദത്തെ കൊടുത്തുന്ന പ്രലോഭയന്തീം ജഗൃഹുർമത്വാ മൂഢതിയ സ്ത്രീയാം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ വികാരമുള്ള സ്ത്രീ എന്ന പോലെ ഇരിക്കുന്നവളും മോഹിപ്പിക്കുന്നവളുമായ സായങ്കാല സന്ധ്യയെ മൂഢബുദ്ധികളായ അസുരന്മാർ. അപ്പോൾ മൂഢബുദ്ധികളായ അസുരന്മാർ. അപ്പോൾ സന്ധ്യാസമയത്ത് ക്ഷേത്രത്തിലേക്ക് ഒരു പെൺകുട്ടി നടന്നു വരുമ്പോൾ അവളെ സന്ധ്യാദേവിയായിട്ട് കാണാൻ കഴിഞ്ഞാൽ ആ വ്യക്തികൾ ജ്ഞാനികളായി തീർന്നു. നേരെ മറിച്ച് ചെറുകഥകളിലും നോവലുകളിലും പറയുന്ന മാദകത്വമാണ് ഒരാൾ
ത്രിസന്ധ്യാസമയത്ത് അമ്പലത്തിലേക്ക് വരുന്ന കൊച്ചിനോട് തോന്നിയതെന്ന് വിചാരിച്ചാൽ അയാൾ പാപപങ്കിലമായ അവസ്ഥയെ കൊണ്ട് ആ സ്ത്രീയുടെ എന്താണെന്നാ പറയുക, ആ സ്ത്രീനെ വ്യഭിചരിച്ചു എന്ന് അർത്ഥം പറയും. അപ്പോൾ ശരീരം കൊണ്ട് വ്യഭിചരിക്കുന്നതിനേക്കാൾ പാപാണ് മനസ്സുകൊണ്ട് വ്യഭിചരിക്കുന്നത് എന്ന് വേദങ്ങൾ പറയുന്നുണ്ട്, ഉപനിഷത്ത് കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്ക് നല്ലൊരു സംസ്കാരം ഉണ്ടായാൽ, എന്താ ഈ നല്ലൊരു സംസ്കാരം? ഒരമ്മയ്ക്കും അച്ഛനും ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടായാൽ ആ ആൺകുട്ടിക്ക് സഹോദരി സ്നേഹം എന്താണെന്ന് അറിയും. ഇന്നത്തെ ഈ പിന്നെ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ ഒരു പെൺകുട്ടിയാണ് ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ അത് പരസ്പര പൂരകങ്ങളാണ് ഇനി. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഓപ്പോസിറ്റ് സെക്സിനോടുണ്ടാവുന്നൊരു താല്പര്യം, അതായത് സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും തോന്നുന്ന താല്പര്യമായിട്ടത് മാറും. നേരെ മറിച്ച് ഒരു സഹോദരി സഹോദരന്മാരുള്ള വീടാണെങ്കിൽ അതിനൊരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഈ നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന കൂത്തുകൾക്ക് ഇല്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കേരളത്തിൽ നിന്ന് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 കുട്ടികൾ, ഒരു മുസ്ലിം കുട്ടിയും ഒരു ഹിന്ദു കുട്ടിയും കൂടി ബോംബെ വരെ പോയി വന്നു. ആളെ അറിയാതെ കണ്ടിരിക്കാൻ തലമുടിയൊക്കെ വെട്ടിയിട്ടാർത്തറേ അവർ. കാശ് ഇഷ്ടംമാതിരി ഉണ്ടേനി. എങ്ങനെയാലും വലിയ പെരുക്കില്ലാണ്ട് നാട്ടിലെത്തി. പിന്നെ മനസ്സിലാവണത് അതൊരു ട്രാപ്പായിരുന്നു. പോലീസിൻ്റെ കാര്യപ്രസക്തമായ ഇടപെടൽ കാരണം ട്രാപ്പിൽ വീണില്ല എന്നൊക്കെ കേട്ടു, മനസ്സിലായില്ലേ. അപ്പോൾ പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്, ആ സന്ധ്യയെ, ആ സ്ത്രീ എന്നുള്ള വിചാരത്താൽ ആ സന്ധ്യയെ പിടികൂടിയെന്നാണ്. ഇപ്രകാരം മൂഢബുദ്ധികളായ അസുരന്മാർ ഒരു സുന്ദര സ്ത്രീ എന്ന പോലെ മൂർത്തിമതിയായി പ്രകാശിക്കുന്ന സായന്തന സന്ധ്യയെ കണ്ടിട്ട് അവരെ മന്മഥ വികാരത്താൽ മോഹിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള വിചാരത്താൽ ആ സന്ധ്യയെ പിടികൂടി. എത്ര പാപ ആലോചിച്ച് നോക്കൂ. 38 പ്രഹസ്യ ഭാവഗംഭീരം ജിഗ്രന്ഥ്യാത്മാനമാത്മനാം കാന്ത്യാസസർജ ഭഗവാൻ ഗന്ധർവാം സരസാം ഗണാൻ. അറിവാൻ കഴിയാത്തതായ അഭിപ്രായത്തോടു കൂടും വണ്ണം ചിരിച്ചിട്ട് ആത്മാവ് കൊണ്ട് ആത്മാവിനെ ഘ്രാണിക്കുന്നവളായിട്ട് മറഞ്ഞു. ബ്രഹ്മാവ് സൗന്ദര്യം കൊണ്ട് ഗന്ധർവന്മാരുടെയും അപ്സരസ്സുകളുടെയും ഗണങ്ങളെ അങ്ങനെ സൃഷ്ടിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. സന്ധ്യ ഗംഭീരമായ ഭാവത്തെ പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ ചിരിച്ചും കൊണ്ട് സ്വദേഹത്തെ താൻ തന്നെ ആഘ്രാണിച്ചു മറിഞ്ഞു. അനന്തരം ഭഗവാൻ ബ്രഹ്മദേവൻ സൗന്ദര്യസ്വരൂപമായ കാന്തിയാൽ പ്രകാശത്താൽ ഗന്ധർവന്മാരുടെയും അപ്സരസ്സുകളുടെയും സംഘങ്ങളെ സൃഷ്ടിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? 39ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. 39ാമത്തെ ശ്ലോകത്തിലേക്ക് ഞാൻ പോണില്ല, കാരണം ഇന്നിവിടെ പാട്ടുഘോഷമാണ്. ഇപ്പോൾ ചെണ്ട ശബ്ദപ്പെടുത്തി. അപ്പം ഇനിയിപ്പോൾ ദീപാരാധന മുതൽക്ക് ഇവിടെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയുക, ക്ഷേത്ര ചടങ്ങുകൾ, പിന്നെ അഷ്ടപതി, സന്ധ്യവേല, ഡബിൾ തായമ്പക, കൊമ്പുപറ്റ, കുഴൽപ്പറ്റ, കേളി, ഇങ്ങനെ പോവും. പിന്നെ ഈടും കൂറും. ഇന്നിപ്പോൾ രാത്രി ഒരു 1:30 മണി 2 മണിയാവും കിടക്കാൻ, മനസ്സിലായില്ലേ? കാരണം 4-5 പ്രദക്ഷിണുണ്ട്. പിന്നെ ഒറ്റച്ചണ്ട, പിന്നെ അത് കഴിഞ്ഞാൽ മേളം, പിന്നെ ഇടയ്ക്ക പ്രദക്ഷിണം, പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ നിർത്താം. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഒരു എപ്പിസോഡ് കൂടി പറയണം. അതിപ്പോൾ സമയം കിട്ടൂല്ലെന്ന് അറിയില്ല. എങ്ങനെയായാലും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടായില്ല. കാരണം എന്താ വിചാരിച്ചാൽ അവരവർ ചെയ്യുന്ന സദ്ഗുണ പ്രവർത്തികളനുസരിച്ചിട്ടാണ് അനുഗ്രഹം ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും പരിപൂർണമായിട്ട്
സദ്ഗുണങ്ങളാൽ കാര്യപ്രാപ്തി ഉണ്ടാവാനും നിഷ്കാമകർമ്മം ചെയ്യാനുള്ള ത്വരിത ഉണ്ടാവാനും അതോടുകൂടി ഭഗവാന്റെ എന്താണെന്നാ പറയുക ക്രമമുക്തി ധർമാർത്ഥ കാമ മോക്ഷപ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാനും ആ ആശംസയോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.